കേരളം ഒരു റിസൾട്ടിനെ കാത്തിരിക്കുകയാണ്. ഈ വരുന്ന 4-ാം തീയതിയാണ് നമ്മൾ എല്ലാവരും വോട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ദിവസം. നമ്മളടുത്തൊരു 5 വർഷം കേരളം ആര് ഭരിക്കണം എന്ന് അത് തീരുമാനമാകുന്ന ദിവസമാണ്. എല്ലാവരും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അന്യമാകാൻ പാടില്ല. അരാഷ്ട്രീയവാദം ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനും റിസൾട്ടും മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ വിഷയത്തിൽപ്പെട്ടതല്ല, അത് രാഷ്ട്രീയക്കാർ നോക്കിക്കോളും എന്ന ഒരു ശൈലി ഒരു കാരണവശാലും നമുക്ക് പാടില്ലാത്തതാണ്. ഉചിതമായ നിലപാടുകളും അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഈ വിഷയങ്ങളിൽ നമുക്കുണ്ടാവുകയും ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടുകയും ആ സംവിധാനങ്ങൾ നേർക്കുനേരെ നയിക്കാൻ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള പങ്ക് നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഏത് വിഷയം വന്നാലും ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് റീച്ച് കിട്ടണമെങ്കിൽ അതൊരു മുസ്ലിം വിഷയമാകണം. രാത്രി നടക്കുന്ന അന്തിചർച്ചകൾ നോക്കും നിങ്ങൾ, അതൊരു മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഭയങ്കര റീച്ച് ഉണ്ടാവുകയും അതിന് കാഴ്ചക്കാരുണ്ടാവുകയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വിഷയവും ഒരു മുസ്ലിം പേര്, മുസ്ലിം സംവിധാനം, മുസ്ലിം മുഖ്യമന്ത്രി, അതൊക്കെ ചർച്ചയാണ് കേരളത്തിൽ. എന്താ ഇപ്പോൾ ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും ഒരുപോലെയാണ്. ആ അവർക്ക് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്താൽ അവരെ മതം നോക്കിയിട്ടല്ല അതൊന്നും തീരുമാനിക്കേണ്ടത്. പക്ഷെ അതൊക്കെ ഇന്ന് കേരളത്തിൽ ചർച്ചയാണ്. അതുകൊണ്ട് എപ്പോഴും പ്രത്യേകിച്ച് ഇസ്ലാം മതം ഒരു ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായ കാര്യങ്ങൾ സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ജാഗ്രതയോടുകൂടി കാണുക, ഇടപെടുക, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അതിൽ ഇടപെടേണ്ടത്. ഇനിയിപ്പോൾ റിസൾട്ട് വരുന്നന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ അന്നത്തെ ദിവസം ഇതുവരെ കാണാത്ത കുറേ ട്രെൻഡുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു DJ പരിപാടിക്കുള്ള ലൈറ്റും പരിപാടികളുടെ കുറേ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങി വന്നതാണ്. അവരുടെ ഏറ്റെടുക്കണം എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അത് ഒരു അനിവാര്യ കാര്യമായ അതാവട്ടെ, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതാവാം, കുഴപ്പമില്ല, അത് അവർക്ക് അവരുടേതായ രീതിയിലാവാം. പക്ഷെ അതിലെല്ലാം വിശ്വാസികളായ ആളുകൾ അവിടെ ചെയ്യുന്നതൊക്കെ അതേപോലെ അനുകരിച്ച് ചെയ്യുക എന്നുള്ളത് എന്തല്ല, ശരിയായ നിലപാടല്ല. ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, സ്ത്രീകൾ വലിയ തോതിൽ വാഹനങ്ങളിൽ കയറി ഈ സിനിമാ തിയേറ്ററുകളിൽ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പബ്ലിക്കിലേക്ക് വരികയാണ്. എന്നാൽ അത് മഫ്തയിട്ട പർദ്ദയിട്ട സ്ത്രീകളും വന്ന് അവിടെ ആടാനും പാടാനും അന്യപുരുഷന്മാരുമായി മിങ്കിൾ ചെയ്യാനും ഒരവസരമായി ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകാം, അവർക്കായിക്കോട്ടെ. പക്ഷെ ഇസ്ലാമികമായിട്ട് ഒരാണും പെണ്ണും ഇതുപോലെ കൂടിയാടുക, അന്യപുരുഷന്മാരോടൊപ്പം കൂടിയാടുക, അന്യപുരുഷന്മാരുടെ തോളിലേറ്റ് സ്ത്രീകളെയൊക്കെയാണ് ജനക്കൂട്ടത്തിന്റെ നേരെ എടുത്തു കൊണ്ടിടക്കുന്നത്. മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ അതിരുവിട്ടൊരവസ്ഥയിലേക്ക് ഒരു കാരണവശാലും ഇത് പോകാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും എതിരാണ് ഇവർ പറയുന്നത്. പറയല്ലാതെ നിർവാഹമില്ല. ഈ മൗനമാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഈ മൗനമാണ്, ഇതൊക്കെ ശരിയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതിന്റെ കൂടെ കൂടും. ആദ്യം കാണാൻ രണ്ടപ്പുറത്തുപ്പുറത്ത് പോയി നിൽക്കും. പിന്നെ അടുത്ത പ്രാവശ്യം അവർ കയറി കളിക്കാൻ തുടങ്ങും. പിന്നെ ഇതിന് തെറ്റാണെന്ന് പറയണോ കുഴപ്പക്കാരനായി മാറി, അവൻ തീവ്രവാദിയായി മാറി, അവൻ ബഹുസ്വരതയ്ക്ക് പറ്റാത്തവനായി മാറി. അപ്പൊ ഇസ്ലാമികമായി ഇവിടെ ലോകത്ത് ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് ഇനി കുഴപ്പമാകാൻ പോവാണ്. അതുകൊണ്ട് ഇതൊക്കെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതിനർത്ഥം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നല്ല. അത് ഇടപെടുമ്പോഴും നമുക്ക് വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് നമുക്ക് പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. അത് പറ്റുന്നതിൽ ഇടപെടുക, പറ്റാത്തതെന്ന് വിട്ടു നിൽക്കണം. ആ ഒരു ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം എന്താ അറിയോ, ഈ റിസൾട്ട് 5 കൊല്ലത്തിനുള്ളതാ. നമുക്ക് കാലാകാലമുള്ള റിസൾട്ട് വരേണ്ടത് നാളെ പരലോകത്താണ്. മനസ്സിലായോ? അവിടെ പരലോകത്തിൽ വിചാരണ ഉണ്ട്. അവിടെ നമ്മുടെ കർമ്മങ്ങൾ ശരിക്കും കനം തൂങ്ങിയാലേ നമുക്ക് പിന്നെ അവിടെ ജീവിതമല്ല, അവിടെ മരണമല്ല, അവിടെ ജീവിതമേ ഉള്ളൂ. അവിടെയാണ് യഥാർത്ഥ ജീവിതം. ഈ ദുനിയാവ് എന്ന് പറയുന്നത് കളിയും വിനോദവും മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. പരലോകമാകട്ടെ ലഹിയൽ ഹയവാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശാശ്വതമായ ജീവിതം. ലൗ കാനു യഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്.
ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടലാണ്. അപ്പോൾ അതല്ല നമുക്ക് പ്രധാനം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് പരലോകത്ത് നമ്മുടെ റിസൾട്ട് വട്ടപൂജയാകാൻ പാടില്ല. ഈ നൈമിഷികമായ കൂടിയാടലിന് വേണ്ടി നമ്മൾ ആഹാരം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കണം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരികമായി വ്യത്യാസമുള്ള ആൾക്കാരാണ്. അതല്ലാതെ എല്ലാവരിലുമായി എല്ലാ അഴുക്കുചാലുകളിലും നീന്തേണ്ടവരല്ല മുസ്ലിങ്ങൾ. ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത് ദുൽഹിജ്ജ മാസമാണ്. ഉളുഹിയ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുക. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും വിസ്മരിക്കാൻ പാടില്ല. അതിനുള്ള എണ്ണം വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുക്കങ്ങൾ നടത്തുക, അതിനുള്ള ഷൂറകൾ പൂർത്തീകരിക്കുക, അങ്ങനെ ദീനിയായ കാര്യങ്ങൾ നിർവഹിക്കുക. എപ്പോഴാണ് അള്ളാഹു നമ്മളെ ഈ ലോകത്തും തിരിച്ചു വിളിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പരലോകത്തേക്കുള്ള പാഥയം ഒരുക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഈ ബഹളങ്ങൾക്കൊക്കെ അപ്പുറത്ത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ ആ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മളെ കൂടെ വരാൻ ഭാര്യയില്ല, മക്കളുമില്ല, രാഷ്ട്രീയക്കാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, സ്വന്തം അമല് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ആ കാര്യം ആരും വിസ്മരിക്കരുത്. അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.